ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ ദേവികയുടെ കാര്യം മുരളിയും ഗൗരിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അതായത് നന്ദന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഈ കാരണം കൊണ്ട് ദേവികയ്ക്ക് ഇനിയും നന്ദന്റെ അടുത്ത് ദേഷ്യമല്ലേ കൂടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് അവിടേക്ക് ഭാർഗവി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതൊന്നും തന്നെ അവരുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, മീരയുടെ ആത്മാവ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ മുരളയെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യപ്പെടുകയാണ്. അമ്മ ഒന്നും മിണ്ടാതിരിക്കോ, ഇതൊന്നും കൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ പെട്ടെന്ന് മാറും, അല്ലാതെ അമ്മയെ പറയണ പോലെ മീരയുടെ ആത്മാവൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവി പറയുന്നുണ്ട്. പിന്നീട് സത്യങ്ങളൊക്കെ തന്നെ ദേവിക ശാരികയോട് പറയുമ്പോൾ ഇനി നന്ദേട്ടനെ വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയണ സമയത്ത് ദേവിക എന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ശാരികയോട് തുറന്നു പറയാണ്. പിന്നീട് മാധവനെന്നുണ്ടെങ്കിലും എല്ലാവരോടും പറയുന്നുണ്ട്, നന്ദനൊരു പാവമാണ്, അവനെ എല്ലാവരും ചേർന്നിട്ട് പറ്റിക്കുകയാണ്, ആരൊക്കെ ചേർന്നിട്ട് അവനെ ഇപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും തന്നെ അറിയാതെയാണ് അവൻ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നന്ദനോടും ഒരു സഹതാപം തോന്നുന്നുണ്ട്. ഏതായാലും ദേവിക സത്യത്തെ മറന്നിട്ട് ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടണം എന്ന് പറയണ ദേവിക ഏതായാലും നന്ദനെ ജയിലിലാക്കുമെന്നാണ് തോന്നുന്നത്. സിദ്ധു ആണെന്നുണ്ടെങ്കിലും ഗിരീഷിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയണ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നന്ദൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാകും, അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടുപിടിക്കുന്നത് വരെ ആരും തന്നെ ഒരു കാര്യം അറിയാൻ പറ്റില്ല. കെവിനും ഇസബെല്ലയുമായിട്ടുള്ള നന്ദൻ്റെ കൂട്ടുകെട്ടൊക്കെ ഇനി ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനും ശ്രമിക്കണം എന്നിങ്ങനെ ഗിരീഷോടും പറയുന്നുണ്ട്. സത്യങ്ങളൊക്കെ തന്നെ അറിയണ ഗിരീഷ് എന്നുണ്ടെങ്കിൽ പേടിക്കുകയാണ്. അതായത് നന്ദൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നൊരു കാര്യം വിശ്വസിക്കാനാവണില്ല. ഏതായാലും നന്ദനെ ഇനി എങ്ങനെ രക്ഷിച്ചെടുക്കണം എന്നൊരു കാര്യമാണ് എല്ലാവരും കൂടി വിചാരിക്കുന്നത്. നന്ദനെന്നുണ്ടെങ്കിൽ പിന്നീട് ഗിരീഷിലാണ് അഭയം പ്രാപിക്കുന്നത്. അതായത് നേരത്തെ തന്നെയും പ്രഭാവതിയോടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്, അതുകൊണ്ട് മാത്രമാണ് ദേവികയെ മറന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഗിരീഷിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, നന്ദൻ എപ്പോഴും ആരെങ്കിലും ഒരാളെ താങ്ങുപിടിക്കണം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ പ്രശ്നം ഇതുവരെ എത്തിയത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് നന്ദൻ ഇപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ ആയിരിക്കുന്നത്. ഏതായാലും ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നേരെ നടന്നാൽ തന്നെയാണ് നന്ദന്റെയും ദേവികയുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുക. ഇനിയാണ് കാര്യങ്ങളൊക്കെ തന്നെ നേരെ കൊണ്ടുപോകേണ്ടത്. അതായത് ശാരിക പറയണ പോലെ ദേവിക എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയി നിന്ന് വെച്ചാൽ എല്ലാ സത്യങ്ങളും തെളിയിക്കാൻ പറ്റും. അതായത് ഇസബെല്ല, കെവിൻ, ഋഷി ഇവരുടെയൊക്കെ ചതി എന്തായാലും കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സിദ്ധാർത്ഥനും പ്രഭാവതി എന്നുണ്ടെങ്കിൽ ചന്ദ്രോത്ത് വീടിന് മാറുകയാണ്. അതായത് ഭാർഗവിയും പറഞ്ഞൊരു കാര്യമുണ്ട്, മീരയുടെ ആത്മാവാണ് ഇതിനൊക്കെ കാരണമെന്ന്. ജോത്സ്യനായാലും ഇതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചുകൊണ്ടാണ് ഇവരെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും മാധവനാണെന്നുണ്ടെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, നന്ദനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, അവൻ്റെ കൂടെ നിൽക്കണം എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇത്രയും നാളും സ്ട്രോങ് ആയി നിന്ന ദേവിക ഒന്ന് പതറിപ്പോകുന്നുണ്ട്. നന്ദു ഇത്രയും കാര്യമൊക്കെ ഒളിപ്പിച്ചു വെച്ചത് ഋഷിയുടെ കൊലപാതകം ആലോചിച്ചിട്ട് മാത്രമാണ്. പക്ഷേ താൻ ഇത്രയും നാളും വിചാരിച്ചത് ഇസബെല്ലുമായിട്ട് എന്തൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ചന്ദ്രോത്ത് വീടിൻ്റെ പടിയിറങ്ങിയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊരു കാര്യം ദേവിക എന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇസബെല്ലയും അറിയുന്നുണ്ട്. എന്നിട്ട് കെവിനോട് പറയുന്നുണ്ട്, നന്ദൻ ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതുകൊണ്ട് തന്നെ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. ദേവിക ഇപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഋഷിയുടെ കേസ് അന്വേഷിക്കാനാണ് ചാൻസ് കൂടുതലും എന്നൊക്കെ പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഏതായാലും സത്യങ്ങളൊക്കെ തന്നെ ഒരു ദിവസം പുറത്തു വരുമെന്ന് നമുക്കറിയില്ലേ, ഇപ്പം എന്തായാലും ഋഷിയെ വിളിച്ചിട്ട് സംസാരിക്കാം എന്നെല്ലാം പറയുമ്പോൾ തന്നെ അവർക്കെന്നുണ്ടെങ്കിലും പേടിയാവാണ്. അതായത് ഇത്രയും നാളും നന്ദനെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഋഷിയുടെ കൊലപാതകം. ഇനിയിപ്പോൾ എങ്ങാനും ദേവിക ഇതിനെപ്പറ്റി അന്വേഷിച്ചു വന്നാൽ ഋഷി മരിച്ചിട്ടില്ല എന്നൊരു കാര്യം തെളിയിക്കും. അതോടുകൂടി ഇതൊക്കെ തന്നെ ഇസബെല്ലയുടെ ചതിയാണ് എന്നൊരു കാര്യം നന്ദനായാലും മനസ്സിലാവും. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിന് റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.